എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഭാരത് ബെൻസിൻ്റെ മംഗലാപുരത്തുള്ള വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ വണ്ടിക്ക് കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നലെ വെളുപ്പിനെ 3:30 ആയപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പോൾ രാവിലെ വണ്ടി പണിക്ക് കയറ്റിയിട്ടുണ്ട്. ഇന്നലെ അല്ല, ഇന്ന് വെളുപ്പിനെ 3:30. അതെ, ഇന്ന് വെളുപ്പിനെ 3:30. രാത്രി ആയതുകൊണ്ട് ഇന്നലെ ആയിപ്പോയത്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒരെണ്ണം മങ്ങിപ്പോയായിരുന്നു, അതങ്ങ് മാറിയേക്കാന്ന് വെച്ചു. പിന്നെ പവർ വിൻഡോ വർക്ക് ആവുന്നില്ലായിരുന്നു ലെഫ്റ്റ് സൈഡിലെ, അതിൻ്റെ വൈൻഡർ പോയതാണ്. അപ്പോൾ അത് മാറണം. ആ കൂടെ അതൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ അതെ ജോയിൻ്റ് അടിച്ചിട്ടേക്കുന്നു. ഇതുണ്ടോ, ചെറിയൊരു ഉടക്കം ഉണ്ടായിരുന്നുള്ള ഗിയറിന്. അല്ല, ഗിയറിൻ്റെ തന്നെ അല്ല, ഗിയറിൻ്റെ വേറെ നോക്കുന്നു. ഇത് അവർ ചുമ്മാ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു സെൻറ്റർ ജോയിൻ്റെ ബൂട്ടുണ്ട്, ആ ബൂട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അഴിച്ചു വെച്ചേക്കാം. ഞാനിവിടെ ഗിയറിൻ്റെ ഉടക്ക് വരെ പണി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അവർ നോക്കി ചുമ്മാ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അത് ആ ബൂട്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അഴിച്ചത്. അതുണ്ടോ, വലുപ്പം ഉണ്ടോ? അപ്പം എന്നെക്കാളും നീളം. ഇതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷ ജോയിൻ്റ് എന്ന് പറയും. അതായത് ഗിയർ ബോക്സിനെയും ഹൗസിങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് അഴിച്ചു വെച്ചേക്കാം. ഇതൊന്നും മാറാനുള്ളതൊന്നും അല്ല, ഇതിനൊന്നും കുഴപ്പമില്ല. അതിൻ്റെ ബൂട്ടാണ് പൊട്ടിയത്, അത് മാറും. റബ്ബർ പാടാണ് അത്. പിന്നെ ഗിയറിന് കുറച്ച് ഉടക്കുണ്ടായിരുന്നു, അതൊന്ന് നോക്കണം. പിന്നെ ചെറുതായിട്ട് കൂളൻ്റ് ലീക്ക് ഉണ്ടായിരുന്നു, അത് നോക്കി കഴിഞ്ഞപ്പോൾ അതിലൊരു ചെറിയ ഓസുണ്ട്, അതുകൂടെ ഒന്ന് മാറണം. ചെറിയൊരു ഓസ്, അതിലെ ചെറിയ ലീക്കുണ്ട്, അപ്പോൾ അവിടെ മാറിയേക്കാൻ പറഞ്ഞു. ഈ റേഡിയേറ്റർ ഓസൊക്കെ ചെറിയ ഇതുണ്ടെങ്കിലും പഴകി കഴിയുമ്പോൾ അല്ലെങ്കിൽ മാറിക്കളയണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഓസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ കൂളൻ്റ് ലീക്കായിപ്പോയി ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഓസിന് ഇത്ര വിലയേ വരുള്ളൂ. അത് മാറാതെ ഓടി ഓവർ ഹീറ്റായി എൻജിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻജിൻ തന്നെ പോകും. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാൻ കുറേ ഉണ്ട്. അതിൽ ആയേഷോട് വന്നിട്ട് പറയാം, ഇന്നാൾ തൊട്ട് പറയുന്ന അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറാൻ പറഞ്ഞു. പുതിയ ട്രാവൽ വ്ളോഗിൻ്റെ നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോയതായിരുന്നു, പണിയൊക്കെ കഴിഞ്ഞിട്ട്. ടെസ്റ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞപ്പോൾ അതേ തിരിച്ചെത്തി. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ കിട്ടി. നമ്മൾ നമുക്ക് വണ്ടി എടുത്തേക്കാം. ബില്ലൊക്കെ അടച്ചു. അതെ, ബില്ലൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഗേറ്റ് പാസും കിട്ടി, പോയേക്കാം. ഗിയറൊക്കെ നല്ല സ്മൂത്തായി കേട്ടോ, സെറ്റ് ചെയ്തത് നല്ലപോലെ സെറ്റ് ചെയ്തത്. മറ്റേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉടക്കൊക്കെ ഇല്ലായിരുന്നു ഇടയ്ക്ക്, ചെറിയൊരു ഉടക്കം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ സുഖമായില്ലേ? സുഖമായി. നേരെ സ്ലിപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് റെഡിയായി. ഇവിടെ യൂട്ടേൺ എടുക്കണം കേട്ടോ, അല്ലെ വണ്ടി ബോംബെ ചെല്ലും. അതൊക്കെ അറിയാം. ബോംബെയിലോട്ട് ചെല്ലത്തില്ല, വഴിയെല്ലാം ബ്ലോക്കാ. വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് മൊത്തം പ്രശ്നമായിട്ട് നിൽക്കുക. നമ്മളാക്കിയാലും നേരത്തെ അവിടുന്ന് വിട്ട് പോകുന്നത് നന്നായി. പോട്ടെ. ഈയിടെ മൊത്തം പ്രശ്നങ്ങളാണ് വഴിയിലും എല്ലാം. എക്സ്പ്രസ് വേ ബ്ലോക്കാണ്. പിന്നെ അപ്പുറേ ഗോവ റോഡിൽ കോലാറിന് അപ്പുറം കണ്ട് വെള്ളം കയറിയിട്ട് വഴി ബ്ലോക്കാണ്. എന്നിട്ട് നമ്മുടെ 1-2 വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മളാക്കിയാലും നേരത്തെ ഒരിടത്തും പെടാതെ പെട്ടെന്ന് പോന്നു. നമ്മള് കറക്റ്റ് ആ വെള്ളം പൊങ്ങിയ സമയത്തല്ലേ. അതെ, നമ്മളെ ഇന്നലെ ആ വണ്ടി വലിച്ചു കയറ്റിയില്ലേ, അപ്പൊ അവര് ആ ചേട്ടൻ രാവിലെ വിളിച്ചായിരുന്നു. അവര് അവിടുന്ന് ആ വണ്ടി അവിടുന്ന് തിരിച്ച് താഴെ വന്ന് തിരിച്ച് താഴെ ഒരു വലിയ വളമുണ്ട്, നല്ല വീതിയുള്ള. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അന്നേരം ഞാൻ പറയണമെന്ന് ഓർത്താ, അവിടുന്ന് ആ വളവിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് നേരെ താഴെ കുഴിയിലോട്ട് പോയി. നേരെ കുഴിയിലോട്ടെന്ന് പറഞ്ഞാൽ താഴെ ഭയങ്കര കുഴിയാണ്, അങ്ങോട്ടൊന്നും എത്തിപ്പെടത്തില്ല. 2 പേരും മരിച്ചുപോയി. വണ്ടിയൊന്നും കയറ്റൊന്നുമില്ല അവിടെ എല്ലാം. പിന്നെ അതിനാച്ചാൽ അത് നല്ലൊരു വളവാ, പക്ഷെ ഭയങ്കര വീതിയുള്ളതാ. എന്തായാലും ബ്രേക്ക് കിട്ടാതെ വല്ലതും താഴോട്ട് പോയതായിരിക്കണം. അവരവിടുന്ന് ഇങ്ങനെ കയറി പോകുന്ന അന്നേരം വന്നാ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞുള്ളൂ അന്നേരം. മഴക്കാലം എന്ന് പറഞ്ഞാലേ വണ്ടിയും കൊണ്ട് നടക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് നടക്കണം. ഇവിടെ ഒരു ഗുണമുണ്ട്, മഴ പെയ്യുമ്പോൾ നല്ല ശക്തമായിട്ട് മഴ പെയ്ത് അങ്ങ് മാറും, പിന്നെ കുറെ നേരം കാണുകയല്ല. പക്ഷെ ബോംബെയിൽ അങ്ങനല്ല, കണ്ടിന്യൂസ് പെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവിടെ കണ്ടിന്യൂസ് മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പം പെയ്തു, രാവിലെ 2 ട്രിപ്പ് നല്ല മഴ പെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വെയിൽ കളഞ്ഞു, പിന്നെ മഴയായി. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ രണ്ടും നല്ല ഉറക്കമായിരുന്നു അല്ലേ ബനു? രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി തൂങ്ങി വീണിട്ടാണ്. ഞാൻ നേരത്തെ കിടന്നു ഉറങ്ങി. അല്ല, ഇന്നലെ ഉണ്ടല്ലോ വഴിയിൽ ഒരു മനുഷ്യനില്ല, ആരുമില്ല വഴിയില്ല. ഞാനിങ്ങനെ ഈ നാട്ടിലുള്ള വണ്ടിയല്ലേ ഇത് എവിടെ പോയി എന്നുള്ള മൈൻഡിരിക്കാം. അത് ശരിയാ. പിന്നെ
വെളുപ്പിനൊക്കെ വണ്ടി വളരെ കുറവായി കഴിഞ്ഞ ദിവസം. വണ്ടിയിലായിരുന്നു, ഒരു വണ്ടി, ഒരു കാർ പോലും വന്നു പോയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 10-60 കിലോമീറ്റർ ഒരു വണ്ടി ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒന്നുമില്ല, ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഹൈവേ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇരുട്ടും പിന്നെ ചിലയിടത്തൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഫുള്ള് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വഴി കിടക്കുമായിരുന്നു. ഈ ഹൈവേയിൽ ഇപ്പം തമിഴ്നാട്ടിലെ പോലെ മൊത്തം ഇതുപോലെ ബാരിക്കേഡ് വെച്ചേക്കുക. അത് ചിലയിടത്ത് ഹമ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അറിയത്തുമില്ല, ഒരു ബോർഡോ ഒന്നും ഇല്ല തന്നെ. ബോർഡും ഇല്ല, വന്ന് ചാടി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അതെ, ഇന്ന് ബില്ല് എത്രയായി? ഇന്ന് 21,366. അങ്ങോട്ട് പോയപ്പോ എത്ര രൂപ ആയിരുന്നു? അങ്ങോട്ട് പോയപ്പം 29,391. ഓ, അപ്പൊ 50 രൂപ ആയല്ലോ. ഈ ട്രിപ്പിലെ ബാറ്റ പോയി. ഈ ട്രിപ്പിലൊന്നും ഇല്ല. അങ്ങനെ പറയാൻ പറ്റില്ല, എംപ്ലോയിക്ക് കാശുണ്ട്. അതുണ്ട്. ഈ ട്രിപ്പ് എംപ്ലോയിക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. എംപ്ലോയിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ ട്രിപ്പ് ഓണർ അച്ഛ. അപ്പൊ അച്ഛ എന്താന്ന് വെച്ചാ അങ്ങതങ്ങ് സഹിച്ചോളുക. ഇവിടെ കുറച്ച് കാളവണ്ടി ഫോർ സെയിലാ, വിൽക്കാൻ വേണ്ടിട്ടുള്ള വേണോ? വേണ്ട. നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ കാളവണ്ടിയാ കേട്ടോ. ഇപ്രാവശ്യമേ ഒന്ന് നമ്മള് ഹെഡ്ലൈറ്റ് ഒരെണ്ണം ചേഞ്ച് ചെയ്തു. അതിന് എത്ര രൂപ അവനു? അതിന് 4,293 രൂപ. 4,293 രൂപ. പിന്നെ സെൻട്രൽ ജോയിന്റ് ബൂട്ടും ഇറങ്ങി. അതിനെത്ര? അതിന് 9,039. അതിനാ വില 9,039 രൂപ. അത് നമ്മൾ വന്നപ്പോ അവര് നോക്കിയപ്പോ കണ്ട സംഭവം. പിന്നെ പവർ വിൻഡോയുടെ അതിന്റെ 3,442 രൂപ. അപ്പൊ 3,500 രൂപ. പിന്നെ ലേബർ ചാർജ് എല്ലാം 3,240. അപ്പോഴും പിന്നെ കുറെ ചില്ലറ സാധനങ്ങൾ. പിന്നെ ഒരു റേഡിയോസ് ചെറിയ ഒരെണ്ണം മാറിയായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ചോറിനിട്ട് പോയാലോ? ചോറിനിട്ട് 1:30 സമയം. അപ്പൊ ഞങ്ങള് ചോറിനാ കയറിയതാ. ബോയിൽഡ് റൈസ്. പൊന്നുവിന് വൈറ്റ് റൈസ് മതി. പിന്നെ മുട്ട് പതിവില്ലാതെ ഇന്ന് വെജാ, വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞു. പിന്നെ മംഗലാപുരം എത്തിയത് കൊണ്ട് തന്നെ മീനിന്റെ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിക്കുന്നില്ല, ഇവര് കണ്ടുവരും. അതെ, മീൻ ഇത് കണ്ടോ, നങ്ക്, പച്ച നങ്ക്. ഇത് പച്ച നങ്ക് വറുത്ത്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ ഒരെണ്ണം പറഞ്ഞു. അന്നേരം ചുമ്മാ ഒരു ബാങ്കട ഫ്രൈയും പറഞ്ഞു. മുത്തിന് ഇതേ തൈരും ചോറും ഇത് ഡാലും ഉണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ ഇച്ചിരി അതിലേക്ക് തരാം. അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കിയോ, ടേസ്റ്റ് നോക്കിയോ. നല്ല എവിടെ? ഇവിടെ തന്നെയാ സ്ഥലം? അതെന്റെ ഇവിടെ പഞ്ചിമുഖി നാട് പുത്തൂർ. നാട് പുത്തൂര്. ലോഡ് നാട്ടിലേക്കാ? മഹാരാഷ്ട്ര. ബോംബെ. ഡ്രൈവർ ഏത് വണ്ടി ഓടിക്കുന്നത്? പിക്കപ്പ്. നമ്മുടെ പേരെന്നെ? മനോജ്. നമ്മുടെ മഞ്ജു. ഇതാണ് ബൈക്കമ്പാടി. ഒരാള് വെജിറ്റേറിയൻ മതി എന്നൊക്കെ പറഞ്ഞിട്ടേ മറ്റേ അതിന്റെ പേര് നങ്ക് വറുത്ത കണ്ടു കഴിഞ്ഞപ്പം ഞാൻ എന്നിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, ഇത് നല്ല ടേസ്റ്റ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞേ. വേണ്ട, ഞാൻ ഇന്ന് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, എന്നാ നോക്കാന്ന് പറഞ്ഞു. നോക്കിയപ്പോ നല്ല ടേസ്റ്റ്. പിന്നെ കഴിച്ചു കുറച്ച്. നല്ലായിരുന്നു. പക്ഷെ എനിക്കിന്ന് മീൻ കഴിക്കാൻ ഒരു മൈൻഡ് ഇല്ലായിരുന്നു. നല്ല മീനായിരുന്നു. അതൊരു 1/2 കിലോ എങ്കിലും കാണും. 390 രൂപ. 3 പേര് കഴിച്ചിട്ടേ അല്ലേ? എന്നിട്ടും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പുള്ളർ കിടക്കുന്നു, കുറെ ടയറുണ്ട്. പുള്ളറല്ല, അങ്ങനല്ലേ? പുള്ളറിന് 10 ടയറേ ഉള്ളൂ. ബാക്കിലോട്ട് അതുപോലെ ടയർ കിടക്കും. അതൊരു 100-160 ടയർ കാണും. ഒറ്റ നിരയിൽ 8 എണ്ണമാ. നമ്മുടെ കുറുമ്പന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇതേ പോന്നു. സെയിമാ, അതേ മോഡലാ. ഇത് പൈപ്പ് ലൈൻ ആണെന്ന് തോന്നേ ഇതിൽ കൂടെ പോന്നെ. ഈ ഷിപ്പ് യാർഡല്ലേ റൈറ്റ് സൈഡില്, അവിടുന്ന് ഇങ്ങോട്ട് ഇതൊരു സിമെന്റ് ഫാക്ടറി. അങ്ങോട്ട് വരുന്ന എന്തെങ്കിലും സാധനം വരുന്നതായിരിക്കും. ഇവിടെ റെയിൽവേ ഉണ്ടായിരുന്നാണ്. സിമെന്റ് ഇവിടെ അല്ലല്ല, അത് ഇപ്പോഴും ലോഡ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ അവിടെ കയറി വരും. ഗുഡ്സ് ട്രെയിൻ അവിടെ കയറി ഈ സിമെന്റ് ഒക്കെ ലോഡ് ചെയ്തോണ്ട് പോന്ന വലിയൊരു സിമെന്റ് കമ്പനിയാണ്. ഞങ്ങള് ചില സമയത്ത് കണ്ടിട്ടുണ്ട് ഇതിലെ വരുമ്പോ. വളരെ റയറായിട്ടേ കാണാൻ കിട്ടുള്ളൂ. ഞാൻ ഇതുവരെ വന്നിട്ടും അത് കണ്ടിട്ടില്ല. വല്ലപ്പോഴും കാണത്തുള്ളൂ. ഞങ്ങൾ സ്ഥിരം പണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ കാണാം. ഇതാ ഷിപ്പ് യാർഡ്. ഇപ്പോഴും ഉണ്ടായിരിക്കും, ഇല്ല വരാൻ സാധ്യതയില്ല. ഇതാണ് മംഗലാപുരം ഷിപ്പ് യാർഡ്, ന്യൂ മംഗളൂർ പോർട്ട് അതോറിറ്റി. അതല്ലേ, അത് കണ്ടില്ലേ കണ്ടെയ്നറുകൾ. ഇത് പഴയ പാലമാണ്. പുതിയ പാലം അതേ 2 പാലാപ്രായ പണിയുന്നുണ്ട്. 2 ദിവസമായിട്ടേ ഏത് നദിയിലോട്ട് നോക്കിയാലും വെള്ളം എല്ലാം കലങ്ങി തന്നെ. മഴ അതുപോലെ ഇപ്പൊ വെയിൽ തെളിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴയായി. ഇപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നപ്പം 2-3 മഴ എന്നാ മഴയാ പെയ്തേ. ശാല നേരം പെയ്ത് അങ്ങ് മാറി, പിന്നെ വെയിൽ തെളിയും. ഇതുണ്ടോ ഈ പാലത്തിനടിയിലേ
വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം കണ്ടോ. എന്നാ അല്ലേ, നല്ല 2 വീലറും കാറും എല്ലാം പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലും മംഗലാപുരം ടൗണിലേക്ക് പോവാം. നേത്രാവതി പുഴയായത്. നേത്രാവതി വന്നേച്ച് അറബിക്കടലിൽ ചേരുക. അതുകൊണ്ടോ അവിടെ കടലാ. ആ കാണുന്ന കൊങ്കൺ റെയിൽവേ ലൈനാ. ഒരു കാര്യം മറന്നുപോയി, നമ്മൾ അങ്ങോട്ട് പോയപ്പോ അവിടെ ബീച്ച് സൈഡിൽ ഇറങ്ങണോന്ന് പറഞ്ഞു. അവിടെ ത്രാസില്ലേ? ഞാൻ രാത്രിയിലല്ലേ വന്നേ? രാത്രിയാ. അങ്ങോട്ട് പോയപ്പോഴും രാത്രിയിലാ പോയത്. ഇപ്പം നമ്മുടെ കർണാടക ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ആയിരുന്നു തലപ്പാടി. അപ്പം ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കേരളത്തിലേക്ക് കയറും. കേരളത്തിൽ കയറുമെന്ന് അറിയുമ്പോഴേ അപ്പനും മോൾക്ക് എന്തൊരു സന്തോഷം. അത് ശരി, ഞങ്ങൾക്ക് മാത്രമേ സന്തോഷമുള്ളോ? രണ്ടുപേരും മടുത്തു. അല്ല, ആര് രണ്ടുപേരും? നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോ വെൽക്കം ടു കേരള എന്ന് പറഞ്ഞ ബോർഡ് വല്ലാത്തൊരു സന്തോഷം. അതാണ്. ഇതൊക്കെ ചെറിയ ട്രിപ്പ് അല്ലേ? ചെറിയ ട്രിപ്പ് എന്നാലും കുറച്ച് ദിവസം ആയില്ലേ. ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി വന്നാലും തിരിച്ചു വരുന്ന സന്തോഷം. തലപ്പാടി ടോൾ പ്ലാസ. ഇതാണ് കർണാടകയിലെ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യത്തെ, ഇങ്ങോട്ട് വരുമ്പോൾ അവസാനത്തെ ടോള്. ഇനി നമ്മൾ കേരളത്തിലെ ടോളൊക്കെ കൊടുത്തങ്ങ് പോവാം. കണ്ടോ, ഈ ബസ്സുകളെല്ലാം കേരള ബസ്സുകളാണ്. പിള്ളേരെ കൊണ്ടൊക്കെ ടൂർ വന്നേക്കുന്ന ബസ്സുകളാണ്. അതന്നെ ആ കേരള വണ്ടികൾ. അതെന്നാന്ന് വെച്ചാൽ ഈ കേരള വണ്ടി കർണാടകയിലേക്ക് പോകും ഭയങ്കര ടാക്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അവർ ലോക്കൽ ബസ് വിളിച്ച് പോകും ഇവിടുത്തെ. അപ്പോൾ ടാക്സിലാണ് വയ്ക്കാം. God's own country hardly welcomes you. കേരളത്തിലേക്ക് സ്വാഗതം. കേരളമേ ആപ്കാ ഹാർദിക് സ്വാഗതം. അത് പണ്ടത്തെ കേരളത്തിൻ്റെ RTO ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇപ്പം ഇല്ല. കാസർഗോഡ് 32, കന്യാകുമാരി 696. ഈ NH66 കന്യാകുമാരി വരെയാണ്. 696 കിലോമീറ്റർ ഉണ്ട്. ഇനി ഉദയവരമട. നമ്മളെ NH66 മൊത്തം പണി തീരുമ്പോൾ സൈക്കിള്, ബൈക്ക്, ഓട്ടോറിക്ഷ, കാളവണ്ടി, കൈവണ്ടി, ട്രാക്ടർ ഇതൊന്നും ഇതിനകത്തുണ്ടാവില്ല. ട്രക്കിന് 80, കാറിനും 80. ഇത് കുഞ്ഞത്തൂരാണ്. തൊട്ടപ്പുറം മഞ്ചേശ്വരത്താണ് പണ്ട് ബോർഡർ ചെക്ക് പോസ്റ്റ്, സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. അത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, എനിക്കൊന്ന് ഉറങ്ങാം. ഹൊസങ്കടി പണ്ടത്തെ വഴി ആ മോളിൽ കൂടെ ആയിരുന്നു. അപ്പോൾ ഇതുണ്ടോ, ഇത് താത്തിട്ട് ഇതുണ്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്യാൻ ഇങ്ങനെ പാലം കൊടുത്തു. ഇവിടെ നല്ല മഴയായിരുന്നു. ഇതുണ്ടോ, വെള്ളം വരുന്നുണ്ട്, കലങ്ങി മറിഞ്ഞു വരുന്നത്. അവിടെ ട്രെയിൻ പോകുന്നു, ഗുഡ്സ് ട്രെയിനാണ്. കാസർഗോഡൊക്കെ 22 കിലോമീറ്ററോടെ ഉള്ളു. ഇനി എന്നാ പെട്ടെന്ന് ഓടിയെത്തുന്നത്. ഇത് ഉപ്പളയൊക്കെ മൊത്തം പാലത്തിനടിയിലായിപ്പോയി ടൗണ്. നദികളെല്ലാം കലങ്ങി മറിഞ്ഞ് കിടക്കുക. പിന്നെ അത് കണ്ടോ, കടലിന് ഇത്ര അടുത്തൂടെ പോകുന്നത്. ഇതുണ്ടോ, അവിടെ കാണുന്ന കടല. അതെല്ലാം കണ്ടൽക്കാടുകളാ. കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ ചെറിയതാണ്. ആ കാട് ആ കാണുന്നത് അതിന് കണ്ടൽക്കാടെന്നാ പറയുന്നത്. ഇതുണ്ടോ, അടിപൊളി ക്ഷേത്രമല്ലേ. വെട്ടുകല്ലല്ല പണിതേക്കുന്നത് മൊത്തം. നല്ല രസമുണ്ട്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയാലേ ഈ മംഗലാപുരം കഴിഞ്ഞ് പോകുന്നിടത്തെല്ലാം ഇതുപോലെ കണ്ടൽക്കാടുകളുണ്ട്. അതായത് ഈ ചതുപ്പുള്ള സ്ഥലങ്ങളിൽ വലിയ ഹൈറ്റ് ഇല്ലാത്ത ഒരു സൈസ് മരമാണ് അത്. മാംഗ്രോവ് ട്രീസ്. അത് തന്നെ സാധനം. അതെ. അപ്പോൾ അതിങ്ങനെ ഈ വെള്ളക്കെട്ടുള്ളിടത്തെല്ലാം ഇതുപോലെ വളം നിൽക്കുന്നുണ്ട്. നമ്മൾ മംഗലാപുരം പോകുന്ന സൈഡ് അങ്ങോട്ട് പോകുന്നിടത്ത് എല്ലായിടത്തും ഉണ്ട്. വഴിപണി തീർന്നുകൊണ്ടേ വലിയ തിരക്കും ഇല്ല, ഒന്നുമില്ല. റോഡ് കാലിയാ പറയുകയാണെങ്കിൽ. നമ്മളിപ്പോഴേ കാസർഗോഡ് ടൗണിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ടൗൺ എല്ലാം പാലത്തിനടിയിലായി. വേണ്ട, പണ്ട് നമ്മള് താഴെക്കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നേ. ഇവിടെ മൊത്തം എലിവേറ്റഡ് ഹൈവേ ആക്കി. ആണ്ട ബസ് സ്റ്റാൻഡൊക്കെ ഇതിന്റെ ബാക്ക് സൈഡിലാ ബസ് സ്റ്റാൻഡ്. കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ശരിക്കും ഈ കേരളത്തിലെ ടൗണുകളൊക്കെ ഇതുപോലെ എലിവേറ്റഡ് ഹൈവേ ആക്കി കഴിഞ്ഞാൽ വേറെ സ്ഥലമൊന്നും എടുക്കാതെ നല്ല ബൈപ്പാസുകളൊക്കെ പണി. ബൈപ്പാസ് അല്ല, ഈ ഇതുപോലെ ട്രാഫിക് ഒഴിവാക്കി സിഗ്നൽ ഇല്ലാത്ത ഹൈവേകളാക്കാം. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, കൊച്ചിൻ പോർട്ട് 379 കിലോമീറ്റർ. ആ വണ്ടി അതെ, ഒരു ലേഡി ഡ്രൈവറാണല്ലോ ഓടിക്കുന്നത്, സ്കൂൾ ബസ്. ഇവിടം വരെ വഴിയുടെ പണി പൂർണ്ണമായിട്ടും 6 ലൈൻ പൂർത്തിയായി. ഇനി അവിടുന്ന് അങ്ങോട്ട് പണി നടക്കുന്നേ ഉള്ളൂ. ഇത് പഴയ പാലമാണ്. നല്ല രസമുണ്ടായിരുന്നു പണ്ടത്തെ പാലം. തെക്കൽ ബ്രിഡ്ജാണത്. അത് പൊളിച്ച് പണിയായിരിക്കും. ഒരു ലൈനിലേ ഇവിടെ പാലം പണി തീർന്നിട്ടുള്ളൂ. ആ ഇറക്കം ഇറങ്ങി വന്നിട്ട് നമ്മൾ അടുത്ത കയറ്റം കയറുക. ചെല്ലുന്ന പടന്നക്കാട്. 1-2 വർഷം കൊണ്ട് വഴി പൂർണ്ണമായിട്ട് പണി തീരുമെന്ന് തോന്നുന്നു മൊത്തം. നമ്മളാ ഒരിറക്കം ഇറങ്ങി വന്നിട്ട് ഈ കയറ്റം കയറുക. ഈ കയറ്റം ഇവിടെ കുറേ ഭാഗം ഫ്ലൈ ഓവറാണ്. ഇത് കയറി ചെല്ലുന്ന ചട്ടഞ്ചാൽ.
ചട്ടഞ്ചാലിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. നേരെ കണ്ണൂർ നേരെ ഹൈവേ നേരെ അങ്ങ് പോയാൽ മതി. ഈ ഹൈവേയിലേ നമുക്ക് എവിടെയെങ്കിലും ഒതുക്കാനൊന്നും ഒരു സ്ഥലങ്ങളില്ല. വളരെ കുറച്ചേ ഉള്ളൂ ട്രക്ക് ലേവയൊക്കെ. കടയില്ല, ഒരു ചായ പോലും കുടിക്കാൻ പറ്റിയല്ല. റോഡ് സൈഡിലൊന്നും കടയില്ല. കടയുള്ളിടത്ത് വണ്ടി നിർത്താൻ സൗകര്യമില്ല. വലിയ പാടാ. ആ, റിഫാഹിയ ജുമാ മസ്ജിദ് ചെറുമ്പ. ഊണൊക്കെ കഴിഞ്ഞ് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഡ്രൈവർ നല്ലൊരു ഉറക്കം ഉറങ്ങാം. അതെ, ഇന്നലെ അന്നേരം നല്ല ഉറക്കം ശരിയായില്ലോ. വെളുപ്പിനെ 3:30 അങ്ങോട്ട് ഊണ് നിർത്തിയിട്ട് നമ്മൾ 7 മണി കഴിഞ്ഞപ്പോൾ ഏക്കുകയും ചെയ്തില്ലേ. ഈ റോഡ് പണി കുറെ തീർന്നോണ്ടേ സ്ഥലം ഏതാണെന്നും മനസ്സിലാകുകയില്ല, ഒന്നുമില്ല. ബോർഡും ഒന്നുമില്ല. കൂടുതലും ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെയാ പോകുന്നേ. പേരനായിരുന്നു പ്രദീപ്. ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പർ ആട്ടെ. ഇവിടെ അടുത്തുള്ള ഞങ്ങളിവിടെ നിന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിർത്തിയായിരുന്നു. എപ്പോഴാണ് കണ്ടായി. ഇപ്പോൾ ഓട്ടോ അവിടുന്ന് കണ്ടിട്ട് പുറകെ വന്നതല്ലേ. പിന്നെ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുന്നു. ബൈക്ക് കാണുന്നത് അതുകൊണ്ട് എടുത്തു. ഞങ്ങൾ ഇടയ്ക്ക് സ്ഥലം നിർത്തിയായിരുന്നു, അതുകൊണ്ടാണ് കണ്ടേ. ലെവറ്റ് പോയത്. എനിക്ക് അതിന്റെ ഷോർട്ട് വഴിയുണ്ട്. അതിലൊരു 5-6 കിലോമീറ്റർ ലാഭം. അതുകൊണ്ട് ഞാൻ അതിലെ പോയിട്ടാ കാണുന്നത്. എല്ലാ പരിപാടിയും കാണുന്നില്ല. ഒരു പരിപാടി ചിലപ്പോ ഒരോട്ടം കണ്ടോണ്ട് നല്ല ജോറായിരിക്കണം കേട്ടാ. ഫീൽഡ് സർക്കാർ ജോലി വേണമെന്നൊന്നുമില്ല. ഏത് ഫീൽഡ് നമുക്ക് ജീവിക്കാം. നമ്മൾ ഏത് ജോലിയും ചെയ്യും. സർക്കാർ ജോലി വേണമെന്നില്ല നമുക്ക് ആഗ്രഹമില്ല. നല്ല ഏത് ബിസിനസ് നമുക്ക് ജീവിക്കേണ്ട എന്തായാലും കിട്ടും. സാധാരണ ഒരു നോർമലായിട്ട് ജീവിക്കുന്നവർ സുഖമായിട്ട് കേരളം നല്ല പുല്ല് ഭൂമിയാണ്. അത് ആദ്യം പറയാം. ഞാനവിടെ ഇറങ്ങി നിൽക്കായിരുന്നു. ഇതുണ്ടോ തൊട്ടടുത്ത വണ്ടി ഇറക്കുന്നു. തിരക്കാൻ തോന്നുന്നുണ്ടോ അങ്ങോട്ട്? ഓ ഇല്ല, അത് ഇവിടെ മാത്രം കുറച്ച് ദൂരമുള്ളൂ. പിന്നെ വഴി ഇവിടെ ഒന്നും ഇടയ്ക്ക് പണി തീർന്നിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു തിരക്കാ. പടന്നക്കാട് റെയിൽവേ മേൽപ്പാലം. അത് പടന്നക്കാട് ശ്രീ അയ്യപ്പ ഭജനമഠം. പണ്ട് ഈ റോഡിൽ കുറേ റെയിൽവേ ക്രോസുകൾ ഉണ്ടായിരുന്നു. അതിനൊന്നും ഓവർബ്രിഡ്ജ് ആയിട്ടില്ലായിരുന്നു. അന്നൊക്കെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കിടന്ന് ക്രോസ് അടയ്ക്കും. പിന്നെ കുറേ നേരം കിടക്കണം. അത് കഴിഞ്ഞ് പിന്നെ തുറന്ന് അങ്ങനെ ആയിരുന്നു പോകുന്നത്. അപ്പോൾ പിന്നെ എല്ലാം മേൽപ്പാലങ്ങളായി. നമ്മൾ നീലേശ്വരമായി. ഇവിടെ എല്ലാം കുറച്ച് ദൂരം പണി തീരാനുണ്ട്. കണ്ടോ, ഇവിടെ അനിശ്ചിതകാല ജനകീയ സമരം, മൺമതിൽ വേണ്ട വേണം. ബാക്കി മൊത്തം വായിച്ചില്ല. ഇത് ഈ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട എന്തോ സമരമാണ് നടക്കുന്നത്. ഇവിടെ ഒന്നും വെള്ളം കലങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് അധികം മഴ പെയ്തിട്ടില്ല കേട്ടോ. മംഗലാപുരത്തൊക്കെ കണ്ടപ്പോൾ മൊത്തം എല്ലാം കലങ്ങി കിടക്കല്ലായിരുന്നു. എല്ലാ നദി അവിടെ എല്ലാം വീതി കൂട്ടിയതാ, ആ മല കട്ട് ചെയ്ത്. പക്ഷെ കുറെ എല്ലാം ഇത് ഇടിഞ്ഞു പോന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം കണ്ടോ ഇടിഞ്ഞു പോകുന്നു. കഞ്ഞങ്ങാട് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. അത് സ്ത്രീകളൊക്കെ കുറവാണല്ലോ. ഹൈവേ അവിടെ നിന്ന് നേരെ പോയി. ഇത് പഴയ വഴി കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം കണ്ടോത്ത്. നമ്മളിപ്പം പയ്യന്നൂർ അടുക്കാറായി. ഇവിടുന്ന് ശകലം റൈറ്റിലോട്ട് പോയാൽ മതി. ടൗൺ, പയ്യന്നൂർ ടൗൺ. പഴയ വഴി കൂടെ പോകുമ്പോഴാണ് കാഴ്ചകളുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ ഹൈവേ വന്നു കഴിഞ്ഞപ്പോഴേ ഒന്നും കാണാനില്ല. പക്ഷെ വേഗം ഓടിയെത്തല്ലോ. വേഗം ഓടിയെത്തും. അത് ശരിയാ. അപ്പം നമുക്ക് ഇവിടുന്ന് പാപ്പിനിശ്ശേരി വഴി പോവാം. നേരെ പോയാൽ NH66 അതിലേ പോകും. നമുക്ക് ഇതിലേ പോവാം. ഷോർട്ട് കട്ട്. അങ്ങോട്ട് പണി എന്തായാലും തീർന്ന് അറിയത്തില്ല. ഇനി ഒരു ട്രിപ്പ് അതിലേ വരണം. അപ്പം മെയിൻ ഡ്രൈവർ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞായിട്ട് വന്നിട്ടുണ്ടല്ലേ. അങ്ങോട്ടായിരുന്നു ചെല്ലാനോ? ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ നിർത്തി അവിടെ ഒരു 1 മണിക്കൂർ പോയി. ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ ഇടയില്ലാത്തതുകൊണ്ട് നിർത്താനും സംസാരിക്കാനും ഒന്നും പറ്റിയില്ല. അല്ല, പേര് മഴ പെയ്യാൻ തുടങ്ങി. നേരത്തെ മഴ പെയ്തായിരുന്നോ കേരളത്തിൽ കയറിയിട്ട്? ഇല്ല, ചെറുതായിട്ട് തൂളിയതുള്ളൂ. ആണോ? അപ്പൊ നമ്മള് മാഹി എത്തി. നമുക്ക് ഡീസൽ അടിച്ചിട്ടോ. അപ്പൊ ഇവിടെ ഡീസലിന് 91 രൂപ 11 പൈസ. നല്ല മഴയാ. നല്ല മഴ. ഇവിടെ നിന്നിട്ട് എറിച്ചിലടിക്കുക. ഇതുവരെ മഴ പെയ്യാത്തതിന്റെ കേട് തീർത്തു. നല്ല മഴയായിരുന്നു. കണ്ണൂര് കഴിഞ്ഞില്ലേ? കണ്ണൂര് കഴിഞ്ഞ് നല്ല വഴിയായി തുടങ്ങിയപ്പോഴത്തേ പണി തീർന്നിടയില്ലേ, അവിടെ തൊട്ട് നല്ല മഴയായിരുന്നോ? ഞാൻ ഉറങ്ങി. നല്ല മഴയായിരുന്നു. നമ്മുടെ ലോഡ് 3 സ്ഥലത്താണ് ഇറക്കണ്ടേ. കോഴിക്കോട്, കളമശ്ശേരി, തിരുവനന്തപുരം. അപ്പം ആദ്യത്തെ സ്ഥലമായ കോഴിക്കോട് KRS ഗോഡൗണിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ആദ്യത്തെ അൺലോഡിങ് പോയിന്റ് ആയ KRS കോഴിക്കോട്. അപ്പോൾ നമ്മുടെ കുറച്ച് സാധനം ഇവിടെ ഇറക്കാനുള്ളൂ. 10-70-80 ബണ്ടിലേ ഉള്ളൂ. അപ്പം പിന്നെ പണി ഇല്ലാത്തതാണ്. അപ്പോൾ പിന്നെ കുറച്ചുള്ളതുകൊണ്ട് ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നേരെ അകത്തേക്ക് കയറ്റിയേക്കാം.
അവിടെ ലോഡിങ് മാത്രമേ ഉള്ളായിരുന്നു, കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇറക്കി വിട്ടേക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇനി എറണാകുളവും തിരുവനന്തപുരം ഒക്കെ പോകണ്ടല്ലോ. വരട്ടെ. സീറ്റുകളൊക്കെ കറക്റ്റ് പൊക്കോ, അതല്ല ഒരഞ്ഞു പറയേ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ വരുന്നു. മുന്നോട്ട് പോട്ടെ. നേരെ പോട്ടെ, ഇങ്ങോട്ട് ചേർന്ന് എന്നിട്ട് റിവേഴ്സിങ് എടുക്കാം. പോട്ടെ. ചെറു ബാഗ് പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. ഷെഡിനകത്തിട്ട് അഴിക്കാൻ പറ്റത്തില്ല, പൊക്കമുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ വെളിയിലിട്ട് കയറഴിച്ചിട്ട് അങ്ങോട്ട് നീക്കിയിടും. കയറൊക്കെ അയച്ചു കൊടുക്കുക. അതെ, ഇപ്പം തന്നെ പെട്ടെന്ന് അഴിക്കുകയാണല്ലേ, ഒരു പകുതി അഴിച്ചാൽ മതിയായിരിക്കും. കുറച്ച് മതിയായിരിക്കും, ലാസ്റ്റ് ആയിരിക്കുന്നതെന്നാ തോന്നുന്നു. സമയം രാത്രി 12 മണിയായി കേട്ടോ. 12 മണിക്കത്തെ ഷിഫ്റ്റുകാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ള. മോളിൽ നിന്ന് ഒരു അണക്കെട്ട് പൊട്ടി വരുന്നുണ്ട്. അതെ, വെള്ളച്ചാട്ടാ. ബോംബെ നട്ടുള്ള മഴയിൽ അതെ, വെള്ളവും ചപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി മെമ്പറാ കേട്ടോ, ഗോഡൗൺ ഇൻചാർജാ. പേര് റിജാസ്. ഇവിടെ തന്നെ ഉണ്ടോ? കോഴിക്കോടാണോ? അതെ. അപ്പോൾ ആദ്യം അത് ശരി. കറക്റ്റ് ഇവർ 12-ന് ഡ്യൂട്ടിക്ക് വന്നു, നമ്മൾ 12:10 വന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ പുറയിലിരിക്കുന്ന സാധനമാണ് കോഴിക്കോടിനുള്ള. ഇതെല്ലാം ഇതേപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് പാർട്ടിക്ക് കൊടുക്കേണ്ട സാധനങ്ങളാണ്. പാഴ്സലുകളാണ്. ഓരോ കടക്കാർക്കും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. ഇതിവിടെ ഇവരുടെ ലോക്കൽ വണ്ടിയിൽ കൊണ്ടു കൊടുക്കും. പിന്നെ ചെറിയ ചെറിയ ഗോഡൗണുകളുണ്ടല്ലോ, അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഡോർ ഡെലിവറി കൊടുക്കും. ഇതല്ല അതിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിവിടുത്തെ ഷണ്ടിങ് ഡ്രൈവർ കേട്ടോ. എന്നെ പേരെന്നെ ആദിഷ്. മറ്റേ ടെമ്പൊക്കെ ഓടിക്കും, അതാ എല്ലാം പിടിക്കും. അപ്പോൾ ലോക്കൽ ഡ്രൈവറാ. മാറ്റിയിടുന്നത്. എവിടെ വീട്? എവിടെ? അടുത്ത് തന്നെ. ഇവിടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് എറണാകുളം, തിരുവനന്തപുരം. നമ്മുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയേ, ഭയങ്കര മഴ. നീ കെട്ടണം, വലുതായിട്ടൊന്ന് മൂടിയതേ ഉള്ളൂ, നീ കെട്ടണം. ബോംബെന്ന് മഴ ഇങ്ങോട്ട് വന്ന പോലെ ഉണ്ട്. ബോംബെന്ന് നമ്മളിവിടെ മഴ ഇങ്ങോട്ട് പോകുന്നെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് മഴ കുറവായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് നല്ല മഴ. അപ്പം ലോഡൊക്കെ ഇറക്കി പടുതായും ഒക്കെ കെട്ടി, കയറിട്ട് കെട്ടി നമുക്ക് നേരെ പോയേക്കാം. പോട്ടെ. നേരെ പോട്ടെ. ഇപ്പോൾ ഓടിക്കല്ലേ. പോട്ടെ. ലെഫ്റ്റ് ഓടിച്ചോ, ലെഫ്റ്റ്. ആ സൈഡ് നോക്കി ഓടിച്ചോ, റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക്. പോട്ടെ. ചെറു നേരെ അയക്കോ. അവിടെ നോക്കണേ. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. ലോഡൊക്കെ ഇറക്കി ബാക്കി കെട്ടി ഫുൾ പരിപാടി കഴിഞ്ഞു. താങ്ക് യു. നേരത്തെ ലോഡറൊക്കെ കിട്ടി. അപ്പൊ ഇനി നേരെ കളമശ്ശേരി ലക്ഷ്യമാക്കി നമുക്ക് പോവാം. ഞാൻ ഓടിക്കണോ? ഉറക്കം വരുന്നുണ്ടോ? വേണ്ട, അവിടെ ഉറങ്ങിക്കോ. ആണോ? 3 മണി 3:05. നമ്മൾ എത്ര 12 മണിക്ക് ഇവിടെ വന്നല്ലേ? 12 മണിക്ക് വന്നു. പിന്നെ ലോഡ് ഇറക്കി അത് കഴിഞ്ഞ് ഭയങ്കര മഴയായി പോയി, പിന്നെ കെട്ടാൻ കുറച്ച് താമസിച്ചു. അപ്പം എല്ലാം കൂടെ എന്നാലും പെട്ടെന്ന് പരിപാടി ഇത് ഇറക്കി കിട്ടിയോണ്ട് പണി എളുപ്പമുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയാൽ മതി. പൊന്നുവേ കുറച്ച് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പൊന്നു നല്ല ഉറക്കാ. വന്നപ്പോഴേ അവിടെ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് മുമ്പ് അല്ലേ, ഗോഡൗൺ എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നേ ഉറങ്ങി കിടന്നോളാൻ പറഞ്ഞ. അപ്പൊ എല്ലാ ദിവസവും 2-3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ. ഇപ്പൊ ഞാൻ കിടക്കുകയാണെങ്കിൽ പൊന്നു ഉറങ്ങാതിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഒത്തിരി ദിവസമായി ഉറങ്ങാതിരിക്കും. അതുകൊണ്ട് നല്ല സുഖം ഉറക്കമാണ്. അപ്പൊ നമ്മള് ലോഡൊക്കെ ഇറക്കിയിട്ട് ഇപ്പം എറണാകുളത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3-4 കിലോമീറ്റർ ചെന്ന് നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തും. കളമശ്ശേരിയില്ല, പാതാളത്തിൽ. പാതാളത്തില്ല ലോഡ് ഇറക്കണ്ടേ, പാതാളം. അപ്പൊ വെളുപ്പിനെ ഒരു 5:30 വരെ മൊത്തം ഓടിച്ചു. അവിടുന്ന് പിന്നെ ഞാൻ ഓടിച്ചു. അവിടെ നല്ല അടിപൊളി വഴിയായിരുന്നു അല്ലേ? നല്ല വഴിയായിരുന്നു.
പെട്ടെന്ന് ഓടി എത്തുകയും ചെയ്തു. ആ അതിന് താമസം എടുത്തില്ല. എന്നാ വഴിയിൽ ഒരു ആരും ഇല്ലായിരുന്നു. ആ ഞാൻ ഇന്നിപ്പോ വഴി ഭയങ്കര വണ്ടി വെളുപ്പിനായോണ്ടേ വെളുപ്പിനായോണ്ട. ആരും ഇല്ലായിരുന്നു. പിന്നെ കിളിയുടെ ഇവിടെ എത്തിയെന്ന് പറയുമ്പോ കിളി പറഞ്ഞു കോഴിക്കോട് ലോഡ് ഇറക്കിയെന്ന് ചോദിച്ചു. ഞാൻ 5 മിനിറ്റ് ഞാൻ പറയാം, ഞാൻ കഴിച്ചിട്ട് കുറച്ച് ഞാൻ കിടന്നാ ഉറങ്ങിയില്ലല്ലോ മിനിയാന്നൊന്നും. ആകെ 4-5 മണിക്കൂർ കണ്ടേ ഉറങ്ങിയുള്ളൂ കഷ്ടിച്ച്. അപ്പൊ എനിക്ക് ഉറക്കം വന്ന് എനിക്ക് തൂങ്ങിയിട്ട് മേല. പിന്നെ പകലെ നിങ്ങളും കിടന്ന് ഉറങ്ങിയില്ലോ. അപ്പൊ നിങ്ങക്ക് വണ്ടി ഓടിക്കുന്ന നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ നിർത്തി ഞാൻ പിന്നെ ഇരുന്നത്. രാത്രിയായപ്പോ ഞാൻ എനിക്ക് 10:45 പതിനായപ്പോ എനിക്ക് ഉറങ്ങി ഇങ്ങനെ വീഴാ. അപ്പൊ ഞാൻ കരുതി എന്തായാലും ലോഡ് ഇറക്കുന്നിടത്ത് കുറച്ചുകൂടെ ഉണ്ട്, ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കാം, ഇവര് വിളിച്ചോളൂല്ലോ എന്ന് കരുതി. ഉറങ്ങി എണീറ്റ് പിന്നെ രാവിലെ അല്ലേ എണീക്കും. രാവിലെ നോക്കുമ്പോ ഞങ്ങളെ വിളിച്ചില്ല, ഞങ്ങൾ പിന്നെ കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് വെച്ചു. ഏറ്റിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അവിടെ. നമ്മള് കണ്ടെയ്നർ റോഡ് കയറി NH-66 നിന്ന് ഇറങ്ങി അവിടുന്ന് കേട്ടോ. അപ്പം നമ്മളിതേ പാതാളത്ത് KRSന്റെ ഗോഡൗണിലെത്തി. വണ്ടികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. അതെ അവിടെ ഇല്ല. ചാക്കട്ട് നിറച്ചുണ്ടായിരുന്നു ബില്ല്. കുറച്ച് ബില്ല് കോഴിക്കോട് കൊടുത്തു, ബാക്കി ഇപ്പൊ എറണാകുളത്ത് കൊടുക്കുക. ഇനി ബാക്കി തിരുവനന്തപുരത്തിനുള്ള. അപ്പൊ ഞാൻ ബില്ലൊക്കെ കൊടുത്തിട്ട് വരാം. ഇതൊക്കെ കിളിയുടെ പണിയാ കേട്ടോ. പിന്നെ ഇപ്പൊ ആദ്യം ആയതുകൊണ്ട് ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് ഇത് ഞാൻ ചെയ്യും അല്ലേ. അടുത്ത ട്രിപ്പ് നമുക്ക് സെറ്റ് ആക്കാം. ആ അത് കേട്ടാ മതി. അതേ കേക്കുള്ളൂ. അപ്പം ലോഡ് ഇറക്കാനൊക്കെ ഇനി കുറെ നേരം എടുക്കും. ഉടനെ ഒന്നും ലോഡ് ഇറക്കിയൊന്നും കഴിയത്തൊന്നുമില്ല. ലോഡ് ഇറക്കാൻ പിടിച്ചിട്ടുമല്ലോ വണ്ടി. ഇന്ന് എപ്പോഴേലും ഇറക്കാൻ പറ്റും, എപ്പോഴേലും ഒക്കെ ഇറക്കത്തുള്ളൂ. അപ്പം ഞങ്ങളൊന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് ഇറക്കാൻ വേണ്ടി പിടിച്ചു. അപ്പോൾ അതെ ഒരാൾ എത്തിയിട്ടുണ്ട്. രാവിലെ ഒരാൾ കാറുമായിട്ട് വന്നേ കയറിക്കോളാൻ പറഞ്ഞു. എറണാകുളം വരെ പോകണമെന്ന് പറഞ്ഞു. എന്നാ സംഭവമൊന്നും ആദ്യം പിടികിട്ടില്ല. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അതെ മുകളിലൊരാൾ വന്നിട്ടുണ്ട് പടുത കഴിക്കാൻ വേണ്ടിയിട്ട്. തന്നെയാടാ കഥയ്ക്കുന്നേ. ആ അതാ. ആ അപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങായിരുന്നു. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഞാനതാ പിന്നെ വിളിക്കാത്ത. നിങ്ങളുടെ കൂടെ 2 പേരും ഉണ്ടായിരുന്നു, അവരെന്തി? മെയിൻ ഡ്രൈവറും കിളിയും കൂടെ ഇപ്പൊ വരാന്നും പറഞ്ഞു പോയാൽ ഇതുവരെ വന്നിട്ടില്ല. ഒന്നും പറയാൻ പറ്റിയില്ല, അത് അവരുടെ അധികാരപരിധി പെട്ടതാ. അതെ ആകാശിനോട് ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടിയിലോട്ട് തൊടാൻ സമ്മതിക്കില്ല. ചേട്ടാ ഇതൊക്കെ ഞാൻ മടക്കിക്കോളാം, മുകളിലോട്ട് വരുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പടുതാ മടക്കാൻ. കാര്യം അത് എറണാകുളത്തിനുള്ള സാധനം പുറയിലാണ് ഇറക്കുന്നത്. പക്ഷേ ഈ പൊക്കം ഉള്ളതുകൊണ്ട് പടുത നല്ലപോലെ മടക്കിയിട്ട് മൊത്തം ഇളക്കി ബാക്കി ഇറക്കി വെച്ചെല്ലാം ലെവലാക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലേ മുകളിലോട്ട് കയറിയേക്കാം. ഒരു പടുതാ മടക്കി വെച്ചു കേട്ടോ. ഞാൻ പോവാ എന്നാല് ഇന്നലെ ഉറങ്ങിയൊന്നുമില്ല. കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മുടെ ഉൾവിളി കേട്ട് വന്നതാ. അതെ അതെ അല്ലേ? ഏയ് ദിശ അറിയാത്ത പശ അറിയാതെ വരുന്നു. ഞാൻ എന്നാ പറയാനാ. റെസ്റ്റിലായിരുന്നു കുറേ ദിവസം. നീ മെലിഞ്ഞു പോയല്ല? പനിയല്ലായിരുന്നു, പനി. ആണോ? വയറിലായിരുന്നു ഇടയ്ക്ക്. ആണോ? വയറിനകത്തായിരുന്നോ? അല്ലെന്നേ വയറില്. അപ്പം ഞങ്ങളങ്ങ് പോവാ, വേറെ അയച്ച പരിപാടിയുണ്ട്. അപ്പം നീ ഇറക്കി വെച്ച് വണ്ടി കൊണ്ട് വന്നത് കേട്ടോ. പേടിയുണ്ടോ? ഏത് രതീഷിന്റെ കൂടെ പോകാനോ? നീ കാണുന്നതിന് മുമ്പ് ഞാൻ പുള്ളിയെ കാണാൻ പേടിയുണ്ടോന്ന്. എടാ വന്ന് കൊത്തി പുറത്തേക്ക് കയറി കൊത്തുകാന്ന് കേട്ടിട്ടില്ലേ? വണ്ടി വരാഞ്ഞിട്ട് ക്ഷീണിച്ചു പോയി. ആഹാരം ശരിയല്ലെന്നേ. പക്ഷേ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി രാത്രി കഴിച്ചാൽ മതി. അതെ പ്രോട്ടീനുള്ള ഫുഡാണ് മുഴുവൻ കഴിച്ചേക്കുന്നത്. ഉത്സവൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് എറണാകുളത്തെ KRSന്റെ ഗോഡൗൺ. എറണാകുളത്തെ അല്ല, കളമശ്ശേരിയിലെ. ഇത് ജസ്റ്റിൻ സാർ ഒരുപാട് കാലമായിട്ടുള്ള പരിചയമുണ്ട്. എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു ഇപ്പൊ അല്ലേ? നേരത്തെ എറണാകുളം അല്ലായിരുന്നു. ഒത്തിരി കാലമായി കണ്ടിട്ട്. 10-25 വർഷം. അതെ അതെ. അപ്പം ഇവിടുത്തെ മാനേജർ കേട്ടോ. ഒരാളിവിടെ ഉണ്ടാകത്ത് പുള്ളിയാണ് സീനിയർ മാനേജർ. ഞാൻ ഡെലിവറി നോക്കുന്നത്. ഡെലിവറി നോക്കുന്നത്. ഓക്കെ. അപ്പം കണ്ടതിൽ സന്തോഷം. അപ്പം ഞാൻ പതുക്കെ അങ്ങ് പോവാ ഇവനെ ഏൽപ്പിച്ചിട്ട്. ഒത്തിരി ദിവസമായില്ലേ? അപ്പോൾ ശരി കാണാം. ഓക്കെ. അതൊക്കെ തട്ടാതെ മുട്ടാതെ ഒട്ടാതെ ഒരയാതെ നെയ് പരുവത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. പച്ച ഉണ്ണിച്ചേട്ടന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മള് ലോഡൊക്കെ ഇറക്കിയിട്ട്
ആകാശ് ചേട്ടന്റെ കൂടെ അല്ല സോറി അങ്കിളിന്റെ കൂടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വേറെ കാര്യം കൂടെ ഉണ്ട്. പുള്ളി ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടൊന്നുമല്ല, ഞങ്ങൾ പൊന്നുപോലെ നോക്കി. അതെ, ഞങ്ങൾ നല്ല രീതിക്കാണ് ഈ ട്രിപ്പ് പോയി വന്നത് അല്ലേ. നിങ്ങളുടെ കൂടെ പോകുന്നതിനെക്കാട്ടിലും സന്തോഷവും അമ്മയുടെ പോകുമ്പോഴുള്ള സന്തോഷം ഇല്ല. അതെ, പക്ഷെ ഈ ഞങ്ങളുടെ ട്രിപ്പിൽ സന്തോഷമായിരുന്നു. അതെ അതെ, അതിന് കാണാനുണ്ട്. എപ്പോഴും എപ്പ നോക്കിയാലും ഫുൾ ചിരിയായിരുന്നു, ചിരി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളി ഇവിടെ നിന്ന് പോകുമ്പോ സ്വർണ്ണമായിട്ടാ പോയത്. നിങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചു വന്നപ്പോ പിച്ചളായിട്ടാ വന്നിരിക്കുന്നത്. പിന്നെ 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 ഞങ്ങള് നല്ല ഞാനും നീയും ജലജയും പോകുന്നതിന് അത്ര വേറെ ആരുടെ കൂടെ പോയാലും അത് വെറുതെ അത് അച്ഛൻ പറഞ്ഞിട്ടേ ഇല്ല. കള്ളത്തരം ഞങ്ങള് നല്ല എന്താ ഡയമണ്ട് പോലെ അല്ലേ അച്ഛൻ? അങ്ങനെ നോക്കി ഞങ്ങള് വഴിക്ക് വെച്ച് ഉരയ്ക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, ഞങ്ങളിങ്ങനെ താഴെ വെച്ചാ പേൻ. അതെ, താഴെ വെച്ചാ ഉറുമ്പരിക്കും, തല വെച്ചാ പേനരിക്കുന്നതും വേണ്ട ഞങ്ങൾ കൊണ്ടു നടന്നത്. ഇപ്പൊ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഓഫീസിലിട്ടിട്ടുണ്ട്. യാത്രയൊക്കെ നല്ല യാത്രയായിരുന്നു. കിടിലൻ ഇനിയുണ്ട്. എന്നുവെച്ചാ ഇനി ഒരു ഡെലിവറി കൂടെ ഇല്ലേ, തിരുവനന്തപുരം പോണം. അത് ഞങ്ങൾ നാളെ രാവിലെ പോകും. അതെ, നാളെ പോകാനാണ് പ്ലാൻ. പോയതിന്റെ അറിയാനുണ്ട്, ബോംബെ മൊത്തം വെള്ളം കയറി. നിങ്ങൾ പോകുന്നതേ വെള്ളം കയറി. ഞങ്ങള് പോകുന്ന വെള്ളം കയറിയതല്ല, എന്തോ അങ്ങനെ ആയിപ്പോയി. ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ അവസ്ഥ. എന്ത് ചെയ്യാനാ? പക്ഷെ ഞങ്ങളുടെ ടൈമിങ് കറക്റ്റ് ആയിരുന്നു. ഞങ്ങള് വഴി പെട്ടില്ല, അതിന് മുന്നേ പോന്നു. ബോംബെ പൂനെ റോഡും പിന്നെ ഗോ റോഡും ഒക്കെ ബ്ലോക്ക് ആയിരുന്നു. നമ്മുടെ വണ്ടി 2-3 വണ്ടി വഴി കിടക്കുക. അപ്പൊ എന്നാ പിന്നെ ഇനി വീട്ടിലേക്ക് പോയേക്കാം. അതെ, അപ്പം ഇനി നാളെ നമുക്ക് തിരുവനന്തപുരത്തിന് പോവാം. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം.